സുഹൃത്തുക്കളെ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റിന്റെ ഭാഗമായിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിരിക്കും. രാഷ്ട്രീയപരമായിട്ട് വീഡിയോസുകളെ കാണുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ഫോട്ടോ, ഇദ്ദേഹം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിരിക്കും. കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റില് നല്ല പിങ്ക് കളറ്, പിങ്ക് എന്നല്ല പടച്ചവനത്, ഇപ്പുറത്ത് ഒരു ചെറിയ പച്ച, ഇപ്പുറത്തൊരു നീല കളറില്. അത് റെയിൻ കോട്ടാണ്. തങ്ങൾ രക്ഷാപ്രവർത്തനത്തിന്റെ മുൻപന്തിയിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് ഇറങ്ങിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണ്. പത്രമാധ്യമ പ്രവർത്തകരോട് സംസാരിക്കാൻ വന്നതാണ്. വി ഹാവ് നോ ടൈം ടു, അല്ലേ, ഞങ്ങൾക്ക് ഇതൊന്നും ഈസി ആയിട്ട് ഇതൊന്നും ഊരി വയ്ക്കാനുള്ള സമയം പോലില്ല. നിങ്ങളോട് സംസാരം കഴിഞ്ഞ് പിന്നെ നേരിട്ടിട്ട് മഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള, ഇങ്ങനെ പല വിധത്തില് നമുക്ക് ഈ ഒരു ചിത്രത്തെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കും. ഒപ്പം തന്നെ ഒരു ഫോട്ടോ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. അത് ഇങ്ങനെയാണ്. ആ ഒരു ഫോട്ടോ അല്ല കേട്ടോ, ഒരു വീഡിയോ ആണ്. എവിടാ വീഡിയോ? ഒറ്റ മിനിറ്റായി, നിങ്ങൾ എങ്ങോട്ട് പോകരുത്, വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ആ വീഡിയോ ഇങ്ങനെയാണ്. ഇതാണ് ആ വീഡിയോ. ഞാനൊന്ന് പോസ് ചെയ്യാം. ഇതില് നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്, കുറെ LDFന്റെ നേതാക്കന്മാരുണ്ട്. പക്ഷേ എനിക്ക് അത്ഭുതകരമായി തോന്നിയത് ഒരൊറ്റ ആളുടെയും ദേഹത്ത് ഒരു റെയിൻകോട്ടും മറ്റും കാണാനില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. അവർക്കിങ്ങനെ റെയിൻകോട്ടുകളൊക്കെ ധരിച്ച് ഏറ്റവും വില കുറഞ്ഞ റെയിൻകോട്ടാണ് ധരിച്ചിട്ടുള്ളത് എന്നീ പറയുന്ന PR വർക്കിനൊന്നും താല്പര്യമില്ലായിട്ടാണോ അല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ അതേ സമയം തന്നെ തൊട്ടപ്പുറത്ത് 24 മണിക്കൂർ ഇതും ധരിച്ചിട്ട് ഭയങ്കര ബിസി ആയിട്ടുള്ള ആളുകൾ നമുക്ക് കാണാം. ശരി, അവിടെ 24 മണിക്കൂർ നിൽക്കുന്ന അവരായതുകൊണ്ട് അങ്ങനത്തെ കോട്ടുകളൊക്കെ വേണമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആരും കാണാത്ത ചില ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് മാധ്യമങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഈ ദുരിതബാധിത പ്രദേശത്തേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള, എനിക്ക് VD സതീശൻ എന്ന് പെട്ടെന്ന് തോന്നേ, നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് അവിടേക്ക് എത്തിയിട്ട് പിന്നീട് നേരെ പോയത് എങ്ങിട്ട് എന്നുള്ളതാണ്. നിങ്ങളിത് കൃത്യമായി ശ്രദ്ധിക്കണം വേണം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്തുകൊണ്ട് ഇത് നിങ്ങൾ ആരും, നമ്മുടെ മാധ്യമപ്രവർത്തകരായാലും ഇത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ് അത്ഭുതകരം? അവിടെ ആ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടവരെയും അവിടെയുള്ള രക്ഷാപ്രവർത്തകരും മാത്രമാണ് നമ്മളെല്ലാവരും കണ്ടത്. പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെട്ട കുറച്ച് ആളുകളുണ്ട്. മിനിമം ഒരു 19 ആൾക്കാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള ചെറിയ ചെറിയ വീടുകളും മറ്റും താമസിക്കുന്ന ആളുകൾ, ആ തോട്ടം തൊഴിലാളികളൊക്കെ ആ ഒരു മണ്ണിടിച്ചിൽ നിന്ന് രക്ഷപ്പെട്ടവരാ. അവർക്കിപ്പോൾ വീടുകളൊന്നുമില്ല. അവര് ഒരു അഭയ എന്ന രീതിയിൽ വേറെ സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. അവർക്ക് കഴിഞ്ഞ 3 ദിവസമായിട്ട് അവർ കുളിച്ചിട്ടില്ല, കൃത്യമായ ഭക്ഷണം കിട്ടിയിട്ടില്ല, സാനിറ്റേഷൻ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. എന്തേ അത് നമ്മളാരും കണ്ടില്ല? ഇനി കാണ്. നമ്മൾ അവിടുന്ന് പോയി വരുന്നത് എത്ര പേരുണ്ട് ഇവിടെ? കണ്ടില്ലേ? അവിടെ ആ ഒരു താമസിക്കുന്ന ആളുകള്, അവിടെ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ആ ആളുകൾ മുഴുവൻ സങ്കടം പറയുന്നത് പ്രതിപക്ഷ നേതാവിനോടാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്, എന്നാൽ വസ്ത്രമില്ല, മാറ്റി കൊടുക്കാൻ വസ്ത്രമില്ല, നല്ല ഒരു സാനിറ്റേഷൻ സൗകര്യങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല. ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പരിശോധിച്ചില്ല. ഇതാണ് അവഗാഹമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടേക്ക് എത്തിയിട്ട് ആദ്യം ആ ഒരു ദുരന്തബാധിത പ്രദേശം കണ്ടിട്ട് രണ്ടാമതായിട്ട് ഇദ്ദേഹം നേരെ എത്തുന്നത് രക്ഷപ്പെട്ടവരെവിടെ എന്നുള്ളതാണ്. അവർക്കുള്ള സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അന്വേഷിക്കാൻ ചെന്നത്. എന്നിട്ട് പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കൂ. ക്യാമ്പിലൊക്കെ ഭക്ഷണം എല്ലാം കിട്ടുന്നുണ്ട്. ഞങ്ങള് മുണ്ട് തുണിമണി അല്ല, 50-200 ആളുണ്ട്. അതിനെ ഏർപ്പാട് ചെയ്ത് കൊടുക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് നമ്മൾ മുണ്ടൊക്കെ എടുത്തിട്ട് വരാം. അതിന് ഒരു സമാധാനം കിട്ടി തരണം. ഞങ്ങൾ വീട്ടിൽ പോയി പറയാൻ വേണ്ടി. വേറെ പ്രശ്നം എന്താ, കുറെ പ്രശ്നമില്ല പറയണെങ്കിൽ. നമ്മൾ വീടൊക്കെ ഇപ്പൊ അവിടെ എടുക്കാൻ പറ്റില്ല. കണ്ടില്ലേ?
അവർ പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ്. അവർക്ക് തുണി മണി സാധനങ്ങൾ എന്നൊക്കെ അവർ പറയുന്നത്. അത്തരം സംഗതികൾ അവർക്കൊന്ന് കിട്ടണം. വൃത്തിയായിട്ട് കുളിക്കുവാനും ബാത്റൂം പോലുള്ള സൗകര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ സംഗതിയൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് നമ്മുടെ മന്ത്രിമാരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അതിനെ ഷോ ഓഫ് എന്നൊക്കെ പല ആൾക്കാരും അതിനൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മുമ്പിലേക്ക് വന്ന ചില വാർത്തകളൊന്നും ഇങ്ങനെയാണ്. ഇവർ ഈ ഒരു വേഷം ഇട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവർ ധരിച്ച ആ ഒരു കോട്ടിന്റെ വില കുറവിനെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ PR വർക്ക് നടക്കുകയാണ് എന്നൊക്കെ പറയുന്നത്. വയനാട് ചൂരൽമല ദുരന്തം ഉണ്ടായ കാലത്ത് അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ പൂത്ത ബ്രെഡ് കഴിക്കാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വലതു മാപ്രകളെ പട്ടി ഷോ നടത്തിയ രാഹുൽ മാങ്കൂട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. സതീശ മേനോൻ സർക്കാർ ഈ ഒരു ദുരിതബാധിതർക്ക് ഒരു സഹായം ചെയ്യില്ല, വലതു മാപ്രകൾക്ക് ഇത് വാർത്തയും അന്ത്യചർച്ചയുമാവില്ല എന്നാണ്. നോക്കൂ, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇങ്ങനെ ദുരിതബാധിതരായിട്ടുള്ള ഇത്തരം ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ബാത്റൂം സൗകര്യമില്ല, അവർക്ക് വസ്ത്രങ്ങൾ മാറ്റി കൊടുക്കാനില്ല, അവിടെ കുഞ്ഞുങ്ങളുണ്ട്, അവർക്കുള്ള ഭക്ഷണം കിട്ടുന്നില്ല എന്നീ വിഷയങ്ങളെല്ലാം പിണറായി വിജയൻ സഖാവ് ഭരിക്കുന്ന കാലഘട്ടത്തെ എങ്ങാനായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മാപ്രകളൊക്കെ യുദ്ധം? ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതൊരു അത്ഭുതകരമായ കാര്യമായതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരുന്നു. അവിടെ പോയിട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരുന്നു. എത്ര പേർ കണ്ടു ലൈവ്? സുഹൃത്തുക്കളെ, ഏഷ്യാനെറ്റ് 1 മിനിറ്റ് 1 സെക്കൻഡ് പോലും പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവിന്റെ ലൈവ് കാണിച്ചിട്ടില്ല. 24 ന്യൂസ് കാണിച്ചിട്ടില്ല. റിപ്പോർട്ടർ ചാനൽ കാണിച്ചിട്ടില്ല. ന്യൂസ് മലയാളം വെറും 2 മിനിറ്റ് കാണിച്ചു. മാതൃഭൂമി 6 മിനിറ്റ് കാണിച്ചു. മനോരമ 8 മിനിറ്റ് കാണിച്ചു. മീഡിയ 1 7 മിനിറ്റ് കാണിച്ചു. കൈരളി മാത്രമാണ് 52 മിനിറ്റ് കാണിച്ചത്. ശരി, കൈരളി ഒരു CPM ചാനൽ ആയതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം പരിപൂർണമായിട്ട് കാണിച്ചു. എന്തേ പ്രതിപക്ഷ നേതാവ് പറയുന്ന ആരോപണങ്ങൾ ആരും കേൾക്കരുതെന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് പറയുന്ന യാഥാർത്ഥ്യങ്ങൾ ആരും മനസ്സിലാക്കരുതെന്നുണ്ടോ? മീഡിയകളിൽ മുഴുവൻ VD സതീശ മേനോൻ മാത്രം മതി എന്നാണോ? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണം മാപ്രകളെ. ബൈ.